Exercise 3.6, question number 2. Important question ആണ്. Ruhi travels 300 km to her home, partly by train and partly by bus. Ruhi 300 km to her home, അവളുടെ വീട്ടിലേക്കുള്ള 300 കിലോമീറ്റർ ബസ്സിനും ട്രെയിനുമായിട്ട് യാത്ര ചെയ്തു. She takes 4 hours if she travels 60 km by train and the remaining by bus. She takes 4 hours if she travels 60 km by train and the remaining by bus. ബസ്സിലും ട്രെയിനിലുമായിട്ട് if she travels 60 km by train, 60 കിലോമീറ്റർ ട്രെയിനും ബാക്കി വരുന്നത് ബസ്സിനുമാണെങ്കിൽ അവൾ 4 മണിക്കൂറാണ് എടുക്കാറുള്ളത്. If she travels 100 km by train and the remaining by bus, she takes 10 minutes longer. തിരിച്ച് അവൾ 100 കിലോമീറ്റർ ട്രെയിനിനും ബാക്കി ബസ്സിനുമാണെങ്കിൽ അവൾ എത്ര മിനിറ്റ്സ് അധികം എടുക്കാറുണ്ട്? ഈ 4 ഹവേഴ്സിനേക്കാൾ 10 മിനിറ്റ്സ് കൂടി അധികമാകാറുണ്ട്. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ആൻഡ് ദ ബസ് സെപ്പറേറ്റ്ലി. ഹിയർ ആൾസോ നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? ടൈമാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെയും ഡിസ്റ്റൻസും സ്പീഡും വെച്ച് ടൈം ഈക്വൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഇക്വേഷൻ വെച്ച് ചെയ്യേണ്ടി വരും. അതിനായിട്ട് നമ്മൾക്ക് എന്തറിയണം? സ്പീഡ് അറിയണം. ട്രെയിനിൻ്റെ സ്പീഡും ബസ്സിൻ്റെ സ്പീഡും അറിയണം. അപ്പം ലെറ്റ് ദ സ്പീഡ് ഓഫ് ട്രെയിൻ be x kilometer per hour and the speed of bus be y kilometer per hour. പിന്നെ ടൈം ഈക്വൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇനി നമുക്ക് കേസ് 1 കേസ് 2 നോക്കാം. ഫസ്റ്റ് കേസ്, സെക്കൻഡ് കേസ്. ഫസ്റ്റ് കേസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? രോഹി ട്രാവൽസ് 300 km to her home, partly by train and partly by bus. She takes 4 hours if she travels 60 km by train and the remaining by bus. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് 300 കിലോമീറ്റർ. പിന്നെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ട്രെയിൻ ഈക്വൽ എത്രയാണ്? 60 കിലോമീറ്റർ. റിമൈനിങ് ഡിസ്റ്റൻസ് ഈ 300-ൽ നിന്നാണ് അവൾ 60 ട്രെയിനിന് പോയത്. അപ്പം ഈ 300-ൽ നിന്ന് 60 പോകുന്നതായിരിക്കും ബസ്സിന് പോയത്. 300 - 60 എന്ന് പറയുന്നത് 240. Therefore ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബസ് ഈക്വൽ 240 കിലോമീറ്റർ. മനസ്സിലായല്ലോ. ഇനി എന്തെഴുതണം? ഇക്വേഷനിലോട്ട് വരണം. ടൈം എടുത്തത് എത്രയാണ്? ടോട്ടൽ ടൈം, രണ്ടിനും കൂടി എടുത്ത ടൈം, ടോട്ടൽ ടൈം 4 hours. Therefore 60 ട്രെയിനിന് പോയി. 60 കിലോമീറ്റർ ട്രെയിനിന് പോയപ്പോൾ ട്രെയിനിൻ്റെ സ്പീഡിന് നമ്മൾ എക്സ് എന്നാണ് കൊടുത്തത്. 60/x പ്ലസ് റിമൈനിങ് 240/y ഈക്വൽ 4 hours. മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് 60, 240-ൽ 60 കോമൺ ആണ്. ആ 60-യെ നമുക്ക് ഔട്ട് സൈഡിലേക്ക് മാറ്റിയിട്ട് ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം ഇവിടെ 1/x പ്ലസ് 4/y ഈക്വൽ 4/60. ശരിയല്ലേ? ഇവിടെ 1/x പ്ലസ് 4/y ഈക്വൽ 1/50.
50. ഇത് സിംപ്ലിഫൈ ചെയ്ത് ഒന്നാമത്തെ കേസ് കിട്ടി. ഇനി സെക്കൻഡ് കേസിലും ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് 300 ആണ്, 300 കിലോമീറ്റർ ആണ്. ബട്ട് കണ്ടീഷൻ 100 ബൈ ട്രെയിനും റിമൈനിങ് ബൈ ബസ്സുമാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബസ് ഈക്വൽ 100 കിലോമീറ്റർ. പിന്നെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ട്രെയിൻ 100, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ bus equal 300 minus 100, that is 200 kilometer. പിന്നെ ടോട്ടൽ ടൈം ടേക്കൺ എന്ന് പറയുന്നത് എത്രയാണ്? ടൈം ടേക്കൺ 4 ഹവേഴ്സും 10 മിനിറ്റ്സും. അപ്പോൾ 4 ഹവേഴ്സ് പ്ലസ് 10/60. ഇവിടെ നമുക്ക് ഹവറിൽ തന്നിരിക്കുന്നതുകൊണ്ട് ഇവിടെയും നമ്മൾ ഹവറായിട്ട് ചെയ്യണം. മിനിറ്റായിട്ട് കൺവേർട്ട് ചെയ്യേണ്ട. ഈക്വൽ 4 പ്ലസ് ഇത് സിംപ്ലിഫൈ ചെയ്ത് 1/6. ഡിനോമിനേറ്റർ സെയിം ആക്കി 24 പ്ലസ് 1/6, ദാറ്റ് ഈസ് 25/6 ഹവേഴ്സ്. ഇനി ഇക്വേഷനിലോട്ട് പോകാം. ഇവിടെ ട്രെയിനിന് ട്രാവൽ ചെയ്ത 100/x പ്ലസ് 200/y ഈക്വൽ 25/6. ഇവിടെ നമുക്ക് എന്തിനെ കോമൺ എടുക്കാം? 100നെ കോമൺ എടുക്കാം. 1/x പ്ലസ് 2/y ഈക്വൽ 25/6. ഈ 100 ഇവിടെ നിന്ന് 1/100 ആവും, ക്യാൻസൽ ആവും. 1/x പ്ലസ് 2/y ഈക്വൽ ഇത് തമ്മിൽ ക്യാൻസലായി 1/24 വരും. സെക്കൻഡ് കണ്ടീഷനുമായി. ഇനി നമുക്ക് എന്ത് വേണം? ഇക്വേഷൻ എഴുതണം. ഇതിനെ റെഡ്യൂസിങ് മെത്തേഡിൽ കൊണ്ടുവരണം. ശരിയല്ലേ? അപ്പോൾ ലെറ്റ് 1/x equal p and 1/y equal q. നമുക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് p പ്ലസ് 4q വരും. ഫസ്റ്റ് p പ്ലസ് നമുക്ക് 1/x പ്ലസ് 4 ആണ്. അപ്പോൾ p പ്ലസ് 4q ഈക്വൽ 1/15ഉം ഇവിടെ p പ്ലസ് 2q ഈക്വൽ 1/24 വരും. അതായത് ഇത് p, ഇത് 4 ഇൻറ്റു 1/y. അപ്പം p പ്ലസ് 4q ഫസ്റ്റ് p പ്ലസ് 4q ഈക്വൽ 1/15 ആൻഡ് p പ്ലസ് 2q ഈക്വൽ 1/24. ഇക്വേഷൻ വന്നു. ഇനി നമുക്കിതിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചെയ്യാൻ. ഞാനിവിടെ എലിമിനേഷനിലാണ്. ബൈ എലിമിനേഷൻ മെത്തേഡ്, യൂസിങ് എലിമിനേഷൻ മെത്തേഡ്. ഇവിടെ എന്താണ്? സെയിം ആണ് കോഎഫിഷ്യൻ്റ്. അപ്പോൾ p പ്ലസ് 4q ഈക്വൽ 1/15, p പ്ലസ് 2q ഈക്വൽ 1/24. മൈനസ് ചെയ്യണം. ഇതും മൈനസ് ആവും, ഇതും മൈനസ് ആവും, ഇതും മൈനസ് ആവും. ഇത് തമ്മിൽ ക്യാൻസലായി എത്ര വരും? 2q ഈക്വൽ 1/15 മൈനസ് 1/24. 15ൻ്റെയും 24ൻ്റെയും കൂടെ LCM എത്ര? ഡിനോമിനേറ്റർ സെയിം ആക്കാൻ 15 24 2 15 12 again 2 15 6 again 2 15 3 3. കാരണം 2 കൊണ്ട് പറ്റുന്നതിന് ഫുള്ള് 2 കൊണ്ട് മാറ്റുക. 5 3 1 again 5. അപ്പോൾ എത്ര വരും? 8 × 3 24 × 5 എന്ന് പറയുന്നത് 120 വരും. അപ്പോൾ ഇതിനെ നമുക്ക് 120 ആക്കണം. ഇതിന് 24 × 5, ഇത് 15 × 8 ആണ് 120. 2q ഈക്വൽ 8 മൈനസ് 5/120, ദാറ്റ് ഈസ് 2q ഈക്വൽ 3/120. q ഈക്വൽ 3/120 ഇൻറ്റു ഈ 2 ഇവിടെ വന്ന് മൾട്ടിപ്ലൈ ചെയ്യും. q ഈക്വൽ 3/240, ദാറ്റ് ഈസ് 1/80. ക്യൂവിൻ്റെ വാല്യൂ കിട്ടി. ഇനി നൗ സബ്സ്റ്റിറ്റ്യൂട്ട്
the value of P in equation 1, P plus 4Q equal 1 by 15, P plus 4 into Q 1 by 80 equal 1 by 15. ഇത് തമ്മിൽ ക്യാൻസൽ ആവും. P plus 4 20 ആവും. 120 equal 1 by 15. P equal 1 by 15 minus 1 by 20. അതിൻ്റെ LCM എത്രയാണ്? 60. P equal 4 4 3 3. ശരിയല്ലേ? അപ്പം 4 by 60 minus 3 by 60. P equal 1 by 60. Pയും Qവും കിട്ടി. ഇനി നമുക്ക് എന്താ അറിയാം? We know that 1 by x again 1 by x equal P and 1 by y equal Q. 1 by x Pക്ക് എത്ര വാല്യൂ കിട്ടിയത്? 1 by 60 ആൻഡ് 1 by y എന്ന് പറയുന്നത് 1 by 8 കിട്ടി. അപ്പോൾ x ഈക്വൽ 60 കിലോമീറ്റർ ആൻഡ് y 16 ആൻഡ് y ഈക്വൽ 18 കിട്ടി. Therefore speed of the train equal 60 kilometer per hour and speed of the bus equal 80 kilometer per hour. മനസ്സിലായല്ലോ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക.